ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1612. ഇന്ന് മെയ് മാസം 30 ഈ ആണ്ടിലെ 151 ദിവസത്തിലെത്തി. നമ്മൾ ഭാഗ്യനിർഭാഗ്യങ്ങളെ അളക്കുന്നത് എങ്ങനെയാണ്? ഉറപ്പായും ഭൗതിക ജീവിത സാഹചര്യങ്ങളെയും ജീവിത സൗകര്യങ്ങളെയും ജീവിതത്തിലെ നല്ല വിഭവങ്ങളെയും വിലയിരുത്തി മാത്രമാണ്. അങ്ങേര് വലിയ ഭാഗ്യവാനാണ്. മക്കൾ 2 പേര് ഗൾഫില്, വലിയ വീട് പണിതു, പലയിടത്തായി സ്വത്ത് വാങ്ങിക്കൂട്ടുന്നു, എന്തെല്ലാം സൗകര്യങ്ങളായിപ്പോ. ഇങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ യാദൃശ്ചികമായി വന്നുചേരുന്ന ഒരു നേട്ടത്തെയോ ഒഴിവായി പോകുന്ന അപകടത്തെയോ ഭാഗ്യമെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ലോട്ടറി അടിച്ചയാളെ ഭാഗ്യവാനെന്ന്, എല്ലാവരും മരണമടഞ്ഞ ഒരു വൻ ദുരന്തത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടയാളെ ഭാഗ്യവാന് എന്നിങ്ങനെയൊക്കെ. എന്നാൽ ഒരു യേശുവിശ്വാസിയുടെ നിഘണ്ടുവിൽ ഭാഗ്യമെന്ന വാക്ക് ഉണ്ടായിക്കൂടാ. ജീവിതത്തിലെ ഏതൊരനുഭവത്തെയും അയാൾ കാണേണ്ടത് ഭാഗ്യമോ നിർഭാഗ്യമോ ആയിട്ടല്ല, പിന്നെങ്ങനെയാണ്? ദൈവപരിപാലനയുടെ അടയാളമായിട്ടാണ്. ലോകം നിർഭാഗ്യമെന്ന് പരിതപിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ പോലും ദൈവം എവിടെയോ നന്മ കരുതി വെച്ചിട്ടുണ്ടെന്ന അറിവ്, ഒരു പ്രത്യാശ, അതില് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാനായിട്ട് സാധിക്കണം. ലോകം ഭാഗ്യമായി എണ്ണുന്ന ജീവിത നേട്ടങ്ങളില് വിശ്വാസി മതിമറന്ന് സന്തോഷിക്കുകയും പറ്റും. പൗലോസ് അപ്പോസ്തലന്റെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. അത് റോമാലേഖനം 8-ാം അധ്യായത്തിലാണ്. അത് യേശുവിനോട് ചേർത്ത് ഒന്ന് ഉള്ളിൽ എഴുതിയിടേണ്ടതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുന്ന് പ്രത്യേകം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നവർക്ക്, അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിക്കും. എല്ലാം നന്മയായി പരിണമിക്കുന്നു എന്നാണ് പറയുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്. അത് നമ്മളിൽ തരുന്നൊരു ഊർജം എത്രയോ വലുതാണ്. ദൗർഭാഗ്യങ്ങളായും തകർച്ചകളായും ചുറ്റുമുള്ളവർ വിലയിരുത്തിയ ജീവിത അനുഭവങ്ങളെല്ലാം തമ്പുരാനിൽ ശരണപ്പെടുന്നവർക്ക് പിന്നീട് അനുഗ്രഹകരങ്ങളായി മാറുന്നു. എന്തുമാത്രം ജീവിത സാക്ഷ്യങ്ങളുണ്ട് വിശുദ്ധ വേദഗ്രന്ഥത്തിൽ. എന്തുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് കാര്യമായിട്ടൊന്നും എത്താത്തത്? അതിങ്ങനെ അബ്രഹാമിനെ എടുത്താല്, സഹോദരനാൽ ഉപേക്ഷിക്കപ്പെട്ട് പൊട്ടക്കിണറ്റിലും കാരാഗ്രഹത്തിലും അടയ്ക്കപ്പെട്ട, തള്ളപ്പെട്ട, ദൗർഭാഗ്യങ്ങളിലൂടെ മാത്രം കടന്നുപോയ യൗസേപ്പിനെ എടുത്താല്, തീർച്ചയായും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം ചില നന്മ കരുതി വച്ചിട്ടുണ്ട്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.